ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഞായറാഴ്ച. സമ്മേളനം ഈ മാസം 21 ആരംഭിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനം ഊർജിതം. അതിർത്തികളിൽ കർശന ജാഗ്രത. പാലക്കാട് രോഗം സ്ഥിരീകരിച്ച രണ്ടാമത്തെ വ്യക്തിയുടെ പുതുക്കിയ റൂട്ട് മാപ്പ് പുറത്തിറക്കി. സംസ്ഥാനത്ത് ഡിജിറ്റൽ റവന്യൂ കാർഡ് നടപ്പാക്കുന്നതിനുള്ള നടപടികൾ നവംബറിൽ തുടങ്ങുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇന്ന് ലോക സർപ്പ ദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടി മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നും സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യവും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച സർവകക്ഷി യോഗം വിളിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടുകയാണ് ലക്ഷ്യം. ഈ മാസം 21 മുതൽ അടുത്ത മാസം 21 വരെയാണ് വർഷകാല സമ്മേളനം. പാലക്കാട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച രണ്ടാമത്തെ രോഗിയുടെ പുതുക്കിയ റൂട്ട് മാപ്പ് പുറത്തിറക്കി. ഈ റൂട്ട് മാപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിലും സമയങ്ങളിലും സന്നിഹിതരായിരുന്നവർ എത്രയും പെട്ടെന്ന് നിപ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. നിലവിൽ നിപ ലക്ഷണങ്ങളുമായി ആശുപത്രിയിലെത്തുന്നവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. ഇതിനു പുറമെ മസ്തിഷ്ക ജ്വരം ബാധിച്ച് എത്തുന്നവരുടെ സാമ്പിളുകളും പരിശോധിക്കാൻ കളക്ടർ അധ്യക്ഷനായ ടാസ്ക് ഫോഴ്സ് യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. പാലക്കാട് ജില്ലയിൽ വീണ്ടും നിപ സ്ഥിരീകരിച്ചതോടെ തമിഴ്നാട് അതിർത്തികളിൽ തമിഴ്നാട് ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കി. കോയമ്പത്തൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ചാവടി ഉൾപ്പെടെയുള്ള അതിർത്തികളിൽ 24 മണിക്കൂറും പരിശോധന ആരംഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ദേശീയപാത ഭാഗികമായി അടച്ചിട്ട് കേരളത്തിൽ നിന്നെത്തുന്ന മുഴുവൻ യാത്രക്കാരെയും പരിശോധിച്ച ശേഷമാണ് അതിർത്തി കടത്തിവിടുന്നത്. ജില്ലയിൽ കൂടുതൽ പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നാണ് സൂചന. വാളയാറിന് പുറമെ മീനാക്ഷിപുരം, ഗോവിന്ദാപുരം, വേലന്താവളം, ഗോപാലപുരം, ആനക്കട്ടി തുടങ്ങിയ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പനിയോ മറ്റു രോഗങ്ങളോ ഉള്ളവർ യാത്ര ഒഴിവാക്കണമെന്നാണ് തമിഴ്നാട് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഡിജിറ്റൽ റവന്യൂ കാർഡ് നടപ്പാക്കുന്നതിനുള്ള നടപടികൾ നവംബറിൽ തുടങ്ങുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് പട്ടയമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭൂമി സംബന്ധമായ 14 വിവരങ്ങൾ കാർഡിലൂടെ ലഭ്യമാക്കും. ഡിജി ലോക്കർ സംവിധാനം വഴി സർട്ടിഫിക്കറ്റുകൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. PM വികാസ് പദ്ധതിക്ക് കീഴിലുള്ള നൈപുണ്യ പരിശീലന വനിതാ സംരംഭകത്വ വികസന പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യും. കോട്ടയത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ് പരിപാടി. PM വികാസ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളിലെ 450 ഉദ്യോഗാർത്ഥികൾക്കുള്ള പരിശീലന പദ്ധതിയുടെ ചുമതല കോട്ടയം IIITക്കാണ്. സ്വകാര്യ ബസ് പണിമുടക്ക് ഒഴിവാക്കാൻ സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരുടെ സംഘടനകളുമായി മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് ചർച്ച നടത്തും. ഉച്ചകഴിഞ്ഞ് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. ഈ മാസം 22 മുതലാണ് അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗതാഗത കമ്മീഷണർ നടത്തിയ ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് 7-ാം തീയതി സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. ജൻ ശിക്ഷൻ സംസ്ഥാന്റെ ഗുണഭോക്തൃ സംഗമവും എക്സിബിഷനും നാളെ രാവിലെ മലപ്പുറം ടൗൺ ഹാളിൽ കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ JSSന്റെ കീഴിൽ പരിശീലനം പൂർത്തീകരിച്ച 1800 ഗുണഭോക്താക്കൾക്കായുള്ള സർട്ടിഫിക്കറ്റ് വിതരണം, ഈ വർഷത്തെ ഗുണഭോക്താക്കൾക്ക് നൽകുന്ന പരിശീലനത്തിന്റെ ഉദ്ഘാടനം എന്നിവ അദ്ദേഹം നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. രാമായണ മാസത്തിന് നാളെ തുടക്കമാകും. കർക്കിടകം 1 നാളെ രാമായണ മാസാചരണത്തിന് ക്ഷേത്രങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. 4 അമ്പല തീർത്ഥാടനത്തിനും ഇതോടെ തുടക്കമാകും. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നാളെ ആനയൂട്ടും ഗജപൂജയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടക്കും. 4 വർഷത്തിലൊരിക്കലാണ് ഗജപൂജ നടക്കുന്നത്.
ഇരിങ്ങാലക്കുടയിൽ നിന്ന് ആരംഭിക്കുന്ന നാലമ്പല ദർശന KSRTC സ്പെഷ്യൽ സർവീസുകൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഫ്ളാഗ് ഓഫ് ചെയ്തു. നാളെ മുതൽ 2 സർവീസുകൾ തുടങ്ങും. ഇന്ന് ലോക സർപ്പദിനം. പാമ്പുകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും ജൈവമണ്ഡലത്തിൽ അവ വഹിക്കുന്ന ഒഴിച്ചുകൂടാനാവാത്ത പങ്കിനെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമാണ് ദിനാചരണം. പ്രകൃതിയുടെ നിശബ്ദ സംരക്ഷകരെ ഭയപ്പെടരുത്, ബഹുമാനിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പാമ്പുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമാണെന്ന് തിരുവനന്തപുരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ GS റോഷ്നി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ജീവികളാണ് പാമ്പുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഭക്ഷ്യ ശൃംഖലയിലെ തന്നെ ഒരു കണ്ണിയാണ് പാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ മുൻപൊക്കെ പാമ്പുകളെ തല്ലിക്കൊല്ലുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. അതിനു മുൻപ് നമ്മൾ പാമ്പുകൾക്ക് വേണ്ടി കൂടിയാണ് കാവുകളൊക്കെ സംരക്ഷിച്ചു പോന്നിരുന്നത്. പക്ഷെ പിന്നീട് ഇതിന്റെ എല്ലാം നശീകരണം തുടർന്ന് വന്ന സമയത്താണ് പാമ്പുകളും നശിക്കപ്പെട്ടുകൊണ്ടും ഇരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വനം വകുപ്പ് പാമ്പുകളെ സംരക്ഷിക്കുന്നതിന് വിവിധ രീതികളിൽ കൂടി മുൻകൈ എടുക്കുന്നുണ്ട്. സംസ്ഥാന വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലോക സർപ്പദിന പരിപാടികൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. വനം വകുപ്പ് ആസ്ഥാനത്ത് നടന്ന ഉദ്ഘാടനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. പാമ്പുകടിയേറ്റുണ്ടാകുന്ന മരണങ്ങൾ കുറയ്ക്കാനും പാമ്പുകളുടെ സംരക്ഷണത്തിനുമായി ആരംഭിച്ച സർപ്പ പദ്ധതിയുടെ അവലോകന ശില്പശാലയും ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് ഓരോ വർഷവും പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ആന്റിവനം പ്രാദേശികമായി സംഭരിച്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്ന പദ്ധതി വനം വകുപ്പിന്റെ പരിഗണനയിലാണെന്നും 2030 ആകുമ്പോൾ സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റും ഒരാളും മരിക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയുമാണ് ഇതിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 19 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാഴ്ചകളാൽ സമ്പന്നമാണ് ഇടുക്കിയിലെ മറയൂരും കാന്തല്ലൂരും. ചന്ദനക്കാടുകളും മുനിയറകളുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു. എന്നാൽ മഴക്കാലത്ത് മറയൂരിന്റെ കാഴ്ചകൾക്ക് കൂടുതൽ മനോഹാരിത നൽകുകയാണ് പാമ്പാർ പുഴ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. വർഷം മുഴുവൻ ജലസമൃദ്ധമായി ഒഴുകുന്ന പാമ്പാർ പുഴ ഏറ്റവും ഭംഗി കൈവരിക്കുന്ന കാലമാണ് മൺസൂൺ കാലം. പച്ചപ്പിനിടയിലൂടെ നിറഞ്ഞൊഴുകുന്ന പാമ്പാർ ഇപ്പോൾ മറയൂരിലേക്കെത്തുന്ന സഞ്ചാരികൾക്ക് മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ചിലയിടങ്ങളിൽ വലിയ വിസ്തൃതിയിൽ പരന്നൊഴുകുന്ന പാമ്പാർ മറ്റു ചില ഭാഗങ്ങളിൽ പാറക്കെട്ടുകൾക്കിടയിലൂടെ നുരഞ്ഞ് താഴേക്ക് പതിക്കുന്ന ചെറു വെള്ളച്ചാട്ടങ്ങളായി മാറും. കാണാൻ ചന്തമെങ്കിലും പാമ്പാറിലെ ഒഴുക്ക് അപകടം പതിയിരിക്കുന്നതാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കേരളത്തിലൂടെ 29 കിലോമീറ്റർ ഒഴുകുന്ന നദിയുടെ ബാക്കി ഭാഗം തമിഴ്നാട്ടിലൂടെയാണ് കടന്നുപോകുന്നത്. കർക്കിടക മാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. ഇന്ന് പൂജകളൊന്നും ഉണ്ടാകില്ല. നാളെ രാവിലെ മുതൽ നട അടയ്ക്കുന്ന 21 വരെ എല്ലാ ദിനവും പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. 21-ന് രാത്രി 10-ന് നട അടച്ചാൽ ഈ മാസം 29-ന് നിറപുത്തരി പൂജയ്ക്കായി നട വീണ്ടും തുറക്കും. ടോക്കിയോയിൽ നടക്കുന്ന ജപ്പാൻ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ കൊറിയൻ സഖ്യത്തെ പരാജയപ്പെടുത്തി സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും 2ാം റൌണ്ടിലേക്ക് കടന്നു. അതേസമയം വനിതാ സിംഗിൾസിൽ PV സിന്ധു ആദ്യ റൌണ്ടിൽ പുറത്തായി. ജോർജിയയിലെ ബറ്റൂമിയിൽ നടക്കുന്ന ഫിഡെ ചെസ് വനിതാ ലോകകപ്പ് 4ാം റൌണ്ടിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മാറ്റുരയ്ക്കും. ക്വാർട്ടർ ഫൈനലിൽ സ്ഥാനമുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ R വൈശാലി, ഹരിക ദ്രോണവല്ലി, കൊണേരു ഹംപി, ദിവ്യ ദേശ്മുഖ് എന്നിവരാണ് 4ാം റൌണ്ടിൽ മത്സരിക്കുന്നത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതി 1 വർഷം കൂടി നീട്ടിയതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. അടുത്ത വർഷം ഏപ്രിൽ വരെയാണ് പദ്ധതി കാലാവധി നീട്ടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഞായറാഴ്ച. സമ്മേളനം ഈ മാസം 21-ന് ആരംഭിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനം ഊർജിതം. അതിർത്തികളിൽ കർശന ജാഗ്രത. പാലക്കാട് രോഗം സ്ഥിരീകരിച്ച 2ാമത്തെ വ്യക്തിയുടെ പുതുക്കിയ റൂട്ട് മാപ്പ് പുറത്തിറക്കി. സംസ്ഥാനത്ത് ഡിജിറ്റൽ റവന്യൂ കാർഡ് നടപ്പാക്കുന്നതിനുള്ള നടപടികൾ നവംബറിൽ തുടങ്ങുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഇന്ന് ലോക സർപ്പദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടി മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നും സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യവും 2ാം റൌണ്ടിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.